ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4-ലെ എവല്യൂഷനിലെ ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് ഇക്വിലിബ്രിയം, ഹാർഡി വെയിൻബർഗ് ലോ, പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്നീ ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോ. ആദ്യം നമുക്ക് ഹാർഡി വെയിൻബർഗ് ലോ നിയമം എന്താണെന്ന് നോക്കാം. ജീവഗണ ശാസ്ത്രത്തിലെ അതായത് പോപ്പുലേഷൻ ജെനറ്റിക്സിലെ അടിസ്ഥാന തത്വമാണ് ഹാർഡി വെയിൻബർഗ് നിയമം. ഒരു പോപ്പുലേഷൻ എക്കോളജി പോപ്പുലേഷൻ ജെനറ്റിക്സ് എടുക്കുമ്പോൾ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അഥവാ ഹാർഡി വെയിൻബർഗ് ലോ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ GH ഹാർഡി, അതുപോലെ ജർമ്മൻ വൈദ്യനായ വെയിൻബർഗ്, അതുപോലെ റഷ്യൻ ശാസ്ത്രജ്ഞനായ ചെറ്റർനിക്കോ തുടങ്ങിയവരാണ് സ്വതന്ത്രമായിട്ടാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഒരു ജീവിഗണത്തിലെ അലീലുകളുടെ ആവൃത്തി അഥവാ ലോക്കസുകളുടെ ആവൃത്തി ഇതിലൂടെ കണ്ടെത്താൻ കഴിയും. ഒരു ജീവിഗണത്തിൽ ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ ആ പോപ്പുലേഷനിലെ മൊത്തം ജീനുകളുടെ അല്ലെങ്കിൽ അതിനകത്തുള്ള അലീലുകളുടെ ആവൃത്തി കണ്ടെത്താം, ഫ്രീക്വൻസി കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ആ ജീനിരിക്കുന്ന ലോക്കസുകളുടെ ആവൃത്തി കണ്ടെത്താൻ പറ്റും ഈ ഒരു നിയമത്തിലൂടെ. ഈ ആവൃത്തി തലമുറകളായിട്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു എന്നും ഈ ഒരു നിയമത്തെയാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് ലോ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഈ ആവൃത്തി ഒരു പോപ്പുലേഷനത്തുള്ള എല്ലാ അലീലുകളുടെ ഫ്രീക്വൻസി എത്ര ജനറേഷൻ കഴിഞ്ഞാലും മാറ്റമില്ലാതെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു. ഒരു പോപ്പുലേഷനുള്ള ജീനുകളുടെ മൊത്തം ജീനുകളുടെ ഫ്രീക്വൻസി വലിയ മാറ്റമില്ലാതെ സ്ഥിരമായിട്ട് ഓരോ തലമുറ ജനറേഷൻ കഴിഞ്ഞാലും മാറ്റമില്ലാതെ പോകുന്നു എന്നാണ് ഹാർഡി വെയിൻബർഗ് ലോ പറയുന്നത്. ഇതിനൊരു ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാത്തമെറ്റിക്കൽ P+Q ദ ഹോൾ സ്ക്വയർ ഇക്വേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. P² + 2PQ + Q². അതാണ് ഇക്വേഷൻ. അതിന്റെ ടോട്ടൽ ഫ്രീക്വൻസി എപ്പോഴും 1 ആണ്. ഈ വിവിധ അലീലുകളുടെ ഫ്രീക്വൻസികളുടെ ആവൃത്തികളുടെ തുക എന്നാണ് എപ്പോഴും 1 ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ കൊണ്ടാണ് ഹാർഡി വെയിൻബർഗ് ലോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഹാർഡി വെയിൻബർഗ് ലോയുടെ അടിസ്ഥാനത്തിൽ ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ജീവിഗണത്തിനകത്തുള്ള അലീലുകളുടെ ആവൃത്തി എപ്പോഴും ജനറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും, ജനിതക സന്തുലിതാവസ്ഥയിലായിരിക്കും, സ്ഥിരമായിട്ട് മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ആ എല്ലാ അലീലുടെ ആ പോപ്പുലേഷനിലെ കംപ്ലീറ്റ് അലീലുടെയും ആവൃത്തി ഫ്രീക്വൻസി എന്നുള്ളത് 1 ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം എടുക്കാം. ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ ഒരു ജീനിന്റെ അലീലുകൾ, രണ്ട് അലീലുകൾ ചിലപ്പം സെയിം ആയിരിക്കാം. നമ്മൾ കണ്ടീഷൻ ഹോമോസൈഗസ് എന്ന് പറയും. അല്ലെങ്കിൽ അത് ആ അലീലുകൾ ഹോമോസൈഗസ് ആകാം, അതിന്റെ ഡോമിനന്റ് കണ്ടീഷൻ ആകാം, റിസസീവ് കണ്ടീഷൻ ആകാം, അല്ലെങ്കിൽ അതിന്റെ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആകാം. ഫോർ എക്സാമ്പിൾ എ എന്ന അലീലിന്റെ പ്രത്യേകത രണ്ടും ക്യാപിറ്റൽ എ വരുന്നതാണെങ്കിൽ ഹോമോസൈഗസ് ആണ്, രണ്ടും സ്മാൾ എ വരികയാണെങ്കിൽ ഹോമോസൈഗസ് ആണ്. എ എന്ന ജീനിന്റെ അല്ലെങ്കിൽ ഒരു ജീനിന്റെ രണ്ട് ആൾട്ടർനേറ്റീവ് ഫോമാണ് ക്യാപിറ്റൽ എയും സ്മാൾ എയും. ഇത് ക്യാപിറ്റൽ എ എന്ന ഹോമോജീനിയസ് കണ്ടീഷനിലും വരാം, ഡോമിനന്റ് ട്രൈറ്റ് ആയിട്ടും വരാം, സ്മാൾ എ എന്ന റിസസീവ് ട്രൈറ്റ് ആയിട്ടും വരാം. അല്ലെങ്കിൽ ഇതിന്റെ ഹെട്രോസൈഗസ് കണ്ടീഷൻ ക്യാപിറ്റൽ എ സ്മാൾ അങ്ങനെ ഒരു കണ്ടീഷനുള്ള പോപ്പുലേഷൻ ഉണ്ടായിരിക്കുമല്ലോ. മെന്റൽ എക്സ്പെരിമെന്റ് ഓർത്ത് നോക്കിയാൽ മതി. പൊക്കമുള്ള പയറുചെടിയും പൊക്കം കുറഞ്ഞ പയറുചെടിയും ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായതെല്ലാം പൊക്കമുള്ളതായിരുന്നു. ആദ്യത്തെ പാരന്റുകൾ രണ്ട് ഹോമോസൈഗസ് ആയിരുന്നു. ക്യാപിറ്റൽ ടി ക്രോസ് ചെയ്തത് സ്മാൾ ടിയുമായിട്ട് ക്രോസ് ചെയ്തത്. ഉണ്ടായ ജനറേഷനിൽ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായ പ്രത്യേകത ക്യാപിറ്റൽ ടി സ്മാൾ ടിയും കൂടെ മിക്സ് ആയിരുന്ന ഹെട്രോസൈഗസ് ആയിരുന്നു. എന്നാൽ ഈ ഹെട്രോസൈഗസിന് പിന്നീട് സന്താനം ഉണ്ടായപ്പോഴോ ഹോമോസൈഗസ് പാരന്റും ഈ ഹെട്രോസൈഗസ് തിരിച്ചു വരികയും ചെയ്തില്ലേ. അപ്പൊ ഇതുപോലെ ഏതൊരു പോപ്പുലേഷനും ഹോമോസൈഗസ് ഡോമിനന്റും റെസസീവും കാണും, ഹെട്രോസൈഗസ് കാണും. ഇതിന്റെ ആ ഫ്രീക്വൻസി നമുക്ക് PQ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ എ അലീലിന്റെയും സ്മാൾ എ ക്യാപിറ്റൽ എ അലീലിന്റെയും സ്മാൾ എ അലീലിന്റെയും ഫ്രീക്വൻസി പ്രതിനിധ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കുകളാണ്, ലെറ്ററാണ് പിയും ക്യൂവും. ജനസംഖ്യയുടെ ക്യാപിറ്റൽ എ വരുമ്പോൾ രണ്ട് അലീലും സെയിം ആണ് ഹോമോസൈഗസിലാണെങ്കിൽ അതിന് നമ്മൾ P² കൊണ്ട് സൂചിപ്പിക്കും. അതുപോലെ സ്മാൾ എ വന്നാൽ എന്ത് ചെയ്യും, അതിനെ Q² കൊണ്ട് സൂചിപ്പിക്കും. ക്യാപിറ്റൽ എയും സ്മാൾ എയും കൂടെ ചേർന്ന് വന്നാൽ അതിനെ 2PQ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, P² + 2PQ + Q² 1. അതായത് ക്യാപിറ്റൽ എ പ്ലസ് പിന്നെ അതിന്റെ ഹെട്രോസൈഗസ് ക്യാപിറ്റൽ എ സ്മാൾ എ വരുന്നത്, പിന്നെ അതുപോലെ സ്മാൾ എ വരുന്നത്. ഈ അലീലുകളുടെ ടോട്ടൽ ആവൃത്തി എന്ന് പറയുന്നത് എപ്പോഴത്തേക്കും 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ എ സൂചിപ്പിക്കുന്നത് പിയും സ്മാൾ എ സൂചിപ്പിക്കുന്നത് Q എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത അതിലൂടെ നമുക്ക് തരുന്ന അനുമാനങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു പോപ്പുലേഷൻ വലിയ മാറ്റമില്ലാതെ പോകുന്ന ഒരു പോപ്പുലേഷനാണ് ഉൽപരിവർത്തനം, മ്യൂട്ടേഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് സെയിം അലീലുകൾ അതേപോലെ കൈമാറ്റം ചെയ്ത് പോകുന്നത്. അതുപോലെ പ്രകൃതി നിർദ്ധാരണം ആ പോപ്പുലേഷൻ നടക്കുന്നില്ല, അതായത് നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നില്ല. ജനസംഖ്യ വളരെ വലുതായിരിക്കും. ജീവിഗണത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രജനനം നടത്താൻ കഴിയും.
അതായത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. എല്ലാ ഇണചേരുകളും പൂർണ്ണമായിട്ട് ക്രമരഹിതമായിട്ട് ഇങ്ങനെ ഇണചേരുന്നവരാണ് ഹോമോസൈഗസ് ഹെട്രോസൈഗസ് ഉണ്ടായിക്കൊണ്ടത്. അപ്പം ക്രമമായിട്ടാണെങ്കിൽ ഹോമോസൈഗസ് മാത്രം ഉണ്ടാവുള്ളൂ. ക്രമരഹിതമായിട്ട് ഇണചേരുന്നത് കൊണ്ട് ഹോമോസൈഗസ് ഹെട്രോസൈഗസ് ക്യാപിറ്റൽ എ സ്മാൾ എ ടു പിക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ എ സ്മാൾ എ വരുന്ന രീതിയിലുള്ള ഒരു മിക്സിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. എല്ലാ വ്യക്തികളും ഒരേ എണ്ണം സന്തതികൾ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ജീവിന് എത്ര സന്താനങ്ങൾ ഉണ്ടെന്നോ അത് ആ പോപ്പുലേഷൻ മൊത്തം അതേപോലെ പാറ്റേണിലാണ് ഫോളോ ചെയ്ത് പോകുന്നത്. കുടിയേറ്റമോ കുടിയിറക്കമോ ഉണ്ടാകുന്നത്. ഈ പോപ്പുലേഷൻ ആരും വിട്ടുപോകുന്നില്ല, പുതുതായിട്ട് വന്നു ചേരുന്നുമില്ല. ഈ അവസ്ഥകൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പരിണാമത്തിലാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അതൊരു ജനറ്റിക് ഈക്വലിബ്രിയത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും. നാഡി വെന്റിലായിട്ട് ആ ഒരു കോൺസെന്റ് ആയിട്ട് സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ പിന്നെ ആ പോപ്പുലേഷന് പരിണാമം സംഭവിച്ച് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാവും. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. പല ക്വസ്റ്റിനും ഇങ്ങനെ പ്രോബ്ലം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വർക്ക് ചെയ്ത് തരുന്നത്. ഒരു ജീവിഗണത്തിൽ 100 ജീവികളുണ്ട്. ആ ജീവികളിൽ 40 എണ്ണം ക്യാപിറ്റൽ എ അതായത് ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. 40 എണ്ണം ഹെട്രോസൈഗസ് ആണ്, ക്യാപിറ്റൽ എ സ്മാൾ എ വരുന്നതാണ്. 20 എണ്ണം ഹോമോസൈഗസ് തന്നെ റിസസീവ് സ്മാൾ എ വരുന്നതാണെങ്കിൽ ഓരോ അലയുടെയും ആവൃത്തി ഫ്രീക്വൻസി നമുക്കൊന്ന് കണ്ടെത്തും. എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ എത്രയുണ്ട്? 100 ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ക്യാപിറ്റൽ എ ജീവിയിൽ കാണുന്ന ആകെ അലകൾ എത്രയായിരിക്കും? അപ്പം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആകെ അലകൾ എന്ന് പറയുമ്പോൾ 40 എണ്ണമുണ്ട്. ഒരു ജീവിയിൽ 2 അലയിലുണ്ട്. അപ്പൊ 40 ജീവിയിലായിട്ട് എത്രയായി? 2 × 8. അതുപോലെ ക്യാപിറ്റൽ എ സ്മാൾ എ ജീവികളുള്ള അലകളുടെ എണ്ണം ഒരു ജീവിയിൽ തന്നെ 2 അലയിലുണ്ട്. ഒന്ന് ഓർക്കണം, ക്യാപിറ്റൽ എ തന്നെ 40 എണ്ണം വരാം, അതുപോലെ സ്മാൾ എ തന്നെ 40 എണ്ണം വരും. അതായത് ഒരു ജീവിയിൽ 2 അലയിലുണ്ടല്ലോ, അതിൽ ക്യാപിറ്റൽ എ തന്നെ 40 ജീവികളിൽ 40 എണ്ണം വരും. അതുപോലെ സ്മാൾ എ 40 ജീവിയിൽ 40 എണ്ണം വരുന്നുണ്ട്. 40 + 40 എത്ര? 80 ആയിട്ട് വരുന്നു അല്ലെ? അപ്പൊ അത് ടോട്ടൽ എടുക്കണം. അതുപോലെ സ്മാൾ എ ജീവികളിലുള്ള അലികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ജീവിയിൽ 2 സ്മാൾ എ വരുന്നുണ്ട്, 2 എണ്ണം വരുന്നത്. അപ്പൊ അത് എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് 20 എണ്ണം ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 20 × 2 എത്ര ആയിരിക്കും? 40 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആകെ പ്രകടഗുണ അലികളുടെ എണ്ണം, പ്രകടഗുണം ഡോമിനന്റ് ക്യാരക്ടേഴ്സ് വരുന്ന മാത്രം അലികളുടെ എണ്ണം എടുക്കും. അതിൽ ആദ്യത്തെ ക്യാപിറ്റൽ ടോട്ടൽ എണ്ണം എടുക്കണം. എത്ര? 80. അത് എപ്പോഴും ക്യാപിറ്റൽ ഡോമിനന്റ് ആണല്ലോ. അടുത്തത് ഹെട്രോസൈഗസിൽ ക്യാപിറ്റൽ വരുന്ന എത്ര എന്ന് പറഞ്ഞു? 40 എന്ന് പറഞ്ഞില്ലേ? ആ 80ഉം 40 ഹെട്രോസൈഗസിലെ ക്യാപിറ്റൽ വരുന്ന 40 കൂടി ചേർന്ന് 120. അതാണ് 80 + 40 120 എഴുതിയിരിക്കുന്നത്. ഇനി ഗുപ്തഗുണം വെച്ചാൽ റിസസീവ് ക്യാരക്ടർ വരുന്നത് 2 കണ്ടീഷൻ വരും. ഒന്ന് ഹോമോസൈഗസിൽ റിസസീവ് വരുന്നുണ്ട്, അത് നേരത്തെ എഴുതിയിട്ടുണ്ട് 40 എഴുതിയിട്ടുണ്ട്. അതേ പ്ലസ് ഹെട്രോസൈഗസിൽ 40 എണ്ണം വരുന്നില്ലേ? മുകളിൽ നോക്കിയാൽ 40 + 40 ആ 40 ഹെട്രോസൈക്കിളിലെ റിസസീവിനെ സൂചിപ്പിക്കും. ആ 40 അങ്ങനെ 40 80. അങ്ങനെയാണെങ്കിൽ ഒരു ജീവിഗണത്തില് ഒരു ജീൻ പൂളിൽ കാണുന്ന ആകെ അലീലുകൾ എന്താ? ഒരു ജീവിഗണത്തിലെ ജീൻ പൂൾ എന്ന് പറയുന്നത് ആ ജീവിഗണത്തിലെ മൊത്തം ജീനുകളുടെ ഒരു കളക്ഷനാണ് ജീൻ പൂൾ എന്ന് പറയുന്നത്. ആ ജീൻ പൂളിൽ കാണുന്ന ആകെ അലീലുകൾ എന്ന് പറയുന്നത് 120 + 80 200 ആയിരിക്കും. അതിൽ ക്യാപിറ്റൽ എ എന്ന ജീനിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 120 ടോട്ടൽ എത്രയായിരിക്കും? 200 ആൻസർ എന്നുണ്ട് 0.6 ആയിരിക്കും. അതുപോലെ സ്മാൾ എയുടെ ആവൃത്തി എത്രയായിരിക്കും? അതിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ച് 80 / 200 ഞാനിപ്പോ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും പലർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഞാൻ പ്രോബ്ലം ചെയ്താൽ പറയുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. വർക്ക് ചെയ്ത് നോക്കുമ്പോഴേ മാത്രമേ മനസ്സിലാവും. പെട്ടെന്ന് പറയുമ്പോൾ അത് പിടികിട്ടുന്നില്ല, മാത്സ് അല്ലേ, പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ജനസംഖ്യയിൽ 9% റിസസീവ് മാന്ദ്യ സ്വഭാവമുള്ള ഫീനോടൈപ്പ് കാണിക്കുന്നവരാണെങ്കിൽ ആ ജനസംഖ്യ ഹാർഡി വെയിൻബർഗ് സന്തുലാവസ്ഥയിലാണ് പോകുന്ന ജനസംഖ്യയാണെന്ന് കരുതുമെങ്കിൽ അലീലുകളുടെ ഫ്രീക്വൻസി കണക്കാക്കുക. മാന്ദ്യസമത്തെ റിസസീവ് ക്യാരക്ടർ കാണിക്കുന്നത്, അതായത് സ്മാൾ അതിന്റെ കോഡ് എന്താണ്? Q². Q² എന്നുള്ളത് 9%, ദാറ്റ് ഈസ് 9/100 0.09 എന്ന് വരും. Q² 0.09 ആണെങ്കിൽ Q എത്രയായിരിക്കും? അതിന്റെ റൂട്ട് എടുക്കാൻ പറ്റില്ല 0.3. നമുക്കറിയാം P + Q = 1 ആണെന്ന് അറിയാം. അപ്പൊ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ P + Q = 1 എന്ന് കിട്ടും. അപ്പൊ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ P = 1 - Q എന്ന് വരും. Q നമുക്ക് അറിയാലോ 1 - 0.3 ദാറ്റ് ഈസ് 0.7 എന്ന് കിട്ടും. അതായത് P കിട്ടി 0.7 ആണെങ്കിൽ P² ആണെങ്കിൽ A എന്ന് പറയുന്നത്, അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വരും? 0.49. അപ്പം P² അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞു 0.49 എന്ന് പറയും അല്ലെ. ഈ ക്യാപിറ്റൽ സ്മാൾ എ അതായത് 2PQ ദാറ്റ് ഈസ് 2 × P × Q ആ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 0.42 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്മാൾ ആദ്യമേ കണ്ടുപിടിച്ചല്ലോ, എത്രയാണ് അതിന്റെ ഫ്രീക്വൻസി? 0.09. എല്ലാ അലീലുകളുടെയും രൂപത്തിന്റെ ഫ്രീക്വൻസി കണ്ടു. മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം.
1000 വ്യക്തികളുള്ള ഒരു ജനസംഖ്യയിൽ 160 പേർക്ക് സ്മാളെ എന്ന ജനിതക രൂപമാണെങ്കിൽ എയുടെ അലീലിന്റെ ആവൃത്തി കണക്കാക്കാം. 1000 പേരുള്ള ജനസംഖ്യയിൽ സ്മാളെ 160 പേരാണെങ്കിൽ ക്യൂ സ്ക്വയർ അതിന്റെ ജനിതകത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും? 160 ടോട്ടൽ എത്ര? 1000, അതായത് 0.16 എന്ന് പറയും. ക്യൂ സ്ക്വയർ 0.16 ആണെങ്കിൽ ക്യൂ എത്ര ആയിരിക്കും? അതിന്റെ റൂട്ട് 0.4. എന്റെ ആവൃത്തി എത്രയാണ്? 0.4 ആണ് ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് ജനിതക സന്തുലിതാവസ്ഥ അഥവാ ജനറ്റിക് ഇക്വിലിബ്രിയം? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ജീവിഗണത്തിലെ അലീലുകളുടെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി തലമുറകളായിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് കാണപ്പെടുന്ന അവസ്ഥയാണ് ജനിതക സന്തുലിതാവസ്ഥ. മാറ്റമില്ലാതെ ഓരോ തലമുറ കഴിഞ്ഞാലും ആ പോപ്പുലേഷൻ ജീനുകൾക്ക് മാറ്റമില്ലാതെ കൈമാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അവസ്ഥയാണ് ജനിതക സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ജീൻ പൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനസംഖ്യയിലെ മൊത്തം ജീനുകളുടെയും അതിന്റെ അലീലുകളുടെയും ടോട്ടലിനെയാണ് നമ്മൾ ജീൻ പൂൾ എന്ന് പറയുന്നത്. മൊത്തം ജീനും ഓരോ ജീനിന്റെ അലീലും കൂടെ ചേർത്താണ് ജീൻ പൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ജീൻ പൂളിൽ എപ്പോഴും അതിന്റെ അലീലുകൾ സ്ഥിരമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ജനിതക സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇതിന്റെ മാറ്റം വരുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ ജനിതക സ്ഥാനഭ്രംശം ജനറ്റിക് ഡിക്റ്റ് സംഭവിക്കുക, അതുപോലെ ജീൻ റീകോമ്പിനേഷൻ ജീൻ പുനഃസംയോജനം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഉൾപരിവർത്തനം മ്യൂട്ടേഷൻ നടക്കുമ്പോൾ, പ്രകൃതി നിർത്താൻ നാച്ചുറൽ സെലക്ഷൻ നടക്കുമ്പോൾ, ദേശാടന മൈഗ്രേഷൻ നടക്കുമ്പോൾ, ഇങ്ങനെ അല്ലെങ്കിൽ ജീൻ പ്രവാഹം ജീൻ ഫ്ലോ നടക്കുമ്പോഴൊക്കെയാണ് ഈ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നത്. ഇത് സംഭവിച്ചില്ലെങ്കിൽ, ഈ പറഞ്ഞ ഈ ജനിതക സ്ഥാനഭ്രംശം പോലുള്ളവ സംഭവിച്ചില്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ ജീനിന് വലിയ മാറ്റമില്ലാതെ തുടരും, അല്ലേ? അപ്പൊ ഇന്ന് ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾക്ക് ഇല്ലെങ്കിൽ അവയുടെ അഭാവത്തില് ക്രമരഹിതമായിട്ട് ഇണചേരുന്ന സമൂഹത്തില് പല തലമുറകളായിട്ട് ജീനുകൾ ഒരേ രീതിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞ ജനിതക സ്ഥാനഭ്രംശമോ പുനഃസംയോജനമോ ദേശം നടക്കണം. ഇല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ജീനുകൾ വലിയ മാറ്റമില്ലാതെ സന്തുലിതാവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഹാർഡി വെയ്ൻബർഗ് ലോ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അത് പരിണാമത്തിലേക്ക് പോവുകയാണ്. മറ്റു തരത്തിൽ എന്തെങ്കിലും ജീൻ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, ഈ ജീവിതത്തിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് പരിണാമത്തിലേക്ക് നയിക്കും, പുതിയ സ്പീഷീസിന്റെ രൂപത്തിന് അല്ലെങ്കിൽ ഫോർമേഷന് കാരണമാകും. ഒരു ജീവിഗണത്തിലെ അലീലുകളുടെ ആവൃത്തി മാറുന്നത് പരിണാമത്തിന്റെ ഫലമായെന്ന് പറയുന്നു. അതായത് ഏതെങ്കിലും ഒരു പോപ്പുലേഷന്റെ ആ ഫ്രീക്വൻസിയിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ അത് പരിണാമ സ്വഭാവം കാണിക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അലീലുകൾ മാറ്റം വരാം. ഉൾപരിവർത്തനം, അതുപോലെ ജനറ്റിക് ഡിക്റ്റ്, അതുപോലെ ജീൻ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ഇങ്ങനെ കാരണങ്ങളാൽ ഫ്രീക്വൻസിയിൽ മാറ്റം വന്നാൽ പിന്നെ അത് പരിണാമത്തിലോട്ടായിരിക്കും നയിക്കുന്നത്. എന്താണ് ജനിതക സ്ഥാനഭ്രംശം അഥവാ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്? ഒരു ജീനിന്റെ ഫ്രീക്വൻസിയിൽ നേരത്തെ പറഞ്ഞത് യാദൃശ്ചികമായിട്ടുണ്ടാവുന്ന ക്രമരഹിതമായ മാറ്റങ്ങളെ ജീൻ ഫ്ലോ അല്ലെങ്കിൽ ജീൻ പ്രവാഹം, ജീൻ ചലനം, ജീൻ ഒഴുക്ക് എന്നൊക്കെ പറയും. ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഒരു ചലനം ഉണ്ടാവുകയാണെങ്കിൽ ഈ ജീനുകൾ സമൂഹത്തിൽ നിന്ന് നഷ്ടമാവുകയും ചിലപ്പോൾ പുതിയ ജീനുകൾ ആ സമൂഹത്തിലേക്ക് വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ടാകും. ഇതിനെയാണ് ജനിതക സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. പെട്ടെന്നുള്ളൊരു മ്യൂട്ടേഷൻ, ഉൾപരിവർത്തനം, അതുപോലെ മറ്റ് കാരണങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ദേശാടനം നടക്കുമ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് പുതുതായിട്ട് ജീനുകൾ ഉണ്ടാകാനും ഉള്ള ജീനുകൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതിനെയാണ് ജനിതക സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. ഓരോ തലമുറകളിലേക്കും ജീനുകൾ കൈമാറുമ്പോൾ ജീനുകളിലേക്കും അതിന്റെ അലീലുകൾക്ക് വ്യതിയാനം സംഭവിക്കാം. അപ്പൊ ഇങ്ങനൊരു ദേശാടനം നടക്കുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റിൽ ജീവിച്ച് അവിടുത്തെ പോപ്പുലേഷനുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ജീനുകളുടെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വേരിയേഷൻ വന്നാൽ ആ വ്യതിയാനങ്ങൾ പരിണാമത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പുതിയ ജീവികളുടെ ഉത്ഭവത്തിന് കാരണമാകുന്ന പരിണാമം സംഭവിക്കുമെന്ന് പറയുന്നു. ഈ ഒരു ആശയം കൊടുക്കുന്നത് സേവാൾ റൈറ്റ് എന്ന സയന്റിസ്റ്റാണ്. ചെറിയ ജനസംഖ്യയിലോ നിശ്ചിത വലിപ്പമുള്ള ജനസംഖ്യയിലോ ഇത് സംഭവിക്കും. സ്മാൾ പോപ്പുലേഷനോ അല്ലെങ്കിൽ വലിയ ജീവിഗണങ്ങളിലോ ഇത് എന്ത് ചെയ്യാം? ഇങ്ങനൊരു ജനിതക ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ അംഗങ്ങളുള്ള ജീവിഗണത്തിൽ വളരെ ശക്തമായിരിക്കും. ചെറിയ സ്മാളസ്റ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിച്ചെങ്കിൽ ഭയങ്കര ശക്തമായിട്ട് വളരെ അതിന്റെ ഒരു ജീൻ ഫ്ലോയ്ക്ക് ചാൻസ് വളരെ കൂടുതലായിരിക്കും. ജനറ്റിക് ഡ്രിഫ്റ്റിലൂടെ വ്യതിയാനം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇവിടെ പ്രയോജനകരമായിട്ടുള്ള അലീലുകൾ ഉൾപ്പെടെ ചിലത് നഷ്ടമാവും, ചിലത് സ്ഥിരമാവുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ ഉണ്ടായി തോന്നിക്കുന്ന ചില ജീനുകൾ, ആ പോപ്പുലേഷന് വളരെയധികം വേണ്ട ജീനുകൾ ചിലപ്പോൾ നഷ്ടമായി എന്ന് വരാം. ചിലപ്പോൾ ചില ജീനുകൾ അത് സ്ഥിരമായിട്ട് തന്നെ തുടരുകയും ചെയ്യും. ഇപ്പോൾ ജനിതക സ്ഥാനഭ്രംശം പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പറഞ്ഞാൽ ഒന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഭൂകമ്പം, വെള്ളപ്പൊക്കം, കാട്ടുതീ. ഇതുപോലുള്ള സംഭവങ്ങൾ പ്രദേശത്ത് നടക്കുമ്പോൾ അവിടുത്തെ ജീവികൾ കൂട്ടമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ജീവികളും വേറെ സ്ഥലത്തേക്ക് ചേക്കേറി പോകാറുണ്ട്, അല്ലേ? പച്ചക്കത്തെ കാണുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, പാരന്റ് പോപ്പുലേഷനിൽ ചില സംഭവങ്ങൾ കാരണം ആ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ജീവികൾ എന്ത് ചെയ്യും, നമ്മുടെ നിന്ന് മാറി മറ്റു സ്ഥലത്തെത്തി.
അത് അവിടെ നിന്ന് സർവൈവ് ചെയ്ത് അവർ പുതിയൊരു പോപ്പുലേഷനായിട്ട് മാറും. അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ആ പോപ്പുലേഷൻ അവിടെ നിന്ന് മാറിപ്പോയി. കുറച്ച് ജീവികൾ അവിടെ നിന്ന് മാറിപ്പോയി മറ്റു സ്ഥലത്ത് സർവൈവ് ചെയ്ത് പുതിയ ക്യാരക്ടേഴ്സ് ഉള്ള പുതിയൊരു പോപ്പുലേഷനായിട്ട് മാറും. ഇങ്ങനെ ജീവിഗണത്തിന്റെ വലിപ്പം ഗണ്യമായിട്ട് കുറയുമ്പോൾ ജനിതക സ്ഥാനഭ്രംശം ഉണ്ടാകുന്നു. അതിന് തെളിവാൻ അല്ലെങ്കിൽ അതിന് ഉദാഹരണമാണ് തടസ്സ പ്രവാഹം അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് എഫക്ട് എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ നേരത്തെ പറഞ്ഞു. ഈ ബോട്ടിൽ നെക്ക് എഫക്ട് കാണിച്ചിരിക്കുന്നത് ഒരു പോപ്പുലേഷനിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവിടുത്തെ പോപ്പുലേഷൻ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി സർവൈവ് ചെയ്ത് പുതിയ പോപ്പുലേഷനായിട്ട് മാറുന്നു. ആ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞത് ചിലപ്പോൾ വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ കാരണമായിരിക്കണം എന്ന് തോന്നുന്നത്. അതാണ് തടസ്സം. ഒരു തടസ്സം നേരിട്ടപ്പോൾ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി അതിജീവിച്ചു. അതേസമയം ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു പോപ്പുലേഷൻ ഉള്ള അവർ പുതിയ സ്ഥലത്ത് പോയി ഫിറ്റ്നസ് അവിടെ നേടി അവർ അവിടെ അതിജീവിക്കുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ പൂളിൽ എന്ത് ചെയ്യും? അതിന്റെ ഫ്രീക്വൻസി കുറയില്ല. നേരത്തെ ഉണ്ടായിരുന്ന ജീൻ പൂളിലുള്ള ഫ്രീക്വൻസി കുറയുകയും പുതിയ ജീനുകളുടെ ഫ്രീക്വൻസി കൂടുകയും ചെയ്യും. അതായത് നേരത്തെ ടോട്ടൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ജീൻ പൂളിന്റെ ആവൃത്തി കുറഞ്ഞില്ല, ജീൻ പൂൾ കുറയുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി വേറെ സ്ഥലത്ത് അതിജീവിക്കുമ്പോൾ അവിടെ ജീനുകളുടെ ഫ്രീക്വൻസി പുതുതായിട്ട് കൂടുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകത സ്ഥാപക പ്രഭാവം അഥവാ പ്രാരംഭക പ്രവാഹം അല്ലെങ്കിൽ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നു. അതായത് ഒരു വലിയ ജനസംഖ്യ, ആ ചിത്രം നോക്കുക, ഒരു വലിയ ജനസംഖ്യയായിരുന്നു. അതിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ, വ്യക്തികൾ പല സ്ഥലത്തേക്ക് കോളനി വൽക്കരിക്കുകയാണ്. പല പ്രദേശങ്ങൾക്ക് പുതിയ പ്രദേശത്ത് പോയി കോളനി വൽക്കരിക്കുമ്പോൾ ആ ചെറിയ കൂട്ടത്തിൽ ചെറിയ ചെറിയ ജീൻ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ജീൻ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി പൂർവികരുടെ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കൂടുതലായിരുന്നു. അതായത് ഒരു വലിയ പോപ്പുലേഷൻ ആയിരുന്നു. അവിടെ നിന്ന് കൂട്ടമായിട്ട് ജീവികൾ കൂട്ടത്തോടെ മൊത്തത്തില് പല പ്രദേശത്ത് പോയി പുതിയ കോളനി ഉണ്ടാക്കുമ്പോൾ പുതിയ കോളനി അവിടെ രൂപപ്പെട്ട് വരുമ്പോൾ പഴയ കോളനി ഉണ്ടായിരുന്ന ജീനിന്റെ ആവൃത്തിയേക്കാൾ കൂടുതലായിരിക്കും പുതിയ കോളനിയിലെ ഫ്രീക്വൻസി. ഈ ഒരു പ്രക്രിയയാണ് ഫൗണ്ടർ എഫക്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. അതായത് പുതിയ സ്പീഷീസുകൾ എങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു അത് വിശദീകരിക്കാൻ വേണ്ടി 1972 ഗൗൾഡും അതുപോലെ നീൽസ് എൽഡ്രിഡ്ജും ചേർന്നുണ്ടാക്കിയ സിദ്ധാന്തമാണിത്. അതായത് ഈ സിദ്ധാന്തം പറയുന്നത് ഒരു ജീവികൾ, ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജീവിഗണങ്ങൾ ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് നീണ്ട കാലഘട്ടത്തിൽ ഒരു പരിണാമവും സംഭവിക്കാതെ സന്തുലിതാവസ്ഥ ജീവിക്കുകയായിരുന്നു. ഒരു വലിയ പ്രദേശത്ത് കുറെ നാളുകളായിട്ട് ഒരു ജീൻ വേരിയേഷൻ ഇല്ലാതെ ഒരു കൂട്ടം ജീവികൾ അവിടെ പ്രദേശത്ത് ജീവിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് ഇടവേള കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പരിണാമം സംഭവിച്ച് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതാണ് ഈ പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാർഡി വെയ്ൻബെർഗ് ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് ഇക്വിലിബ്രിയം, പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്നീ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് മനസ്സിലാക്കി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.